ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവില് രാവിലെ തന്നെ ഒരു ഫോർമൽ ഔട്ട്ഫിറ്റിൽ വന്ന നമ്മുടെ റോക്കി ബൈ അഴിഞ്ഞാട്ടമായിരുന്നു. മോർണിംഗ് ആക്ടിവിറ്റി പുള്ളിക്കാണ് ബിഗ് ബോസ് കൊടുത്തത്. വേറെ കണ്ടസ്റ്റൻസ് എന്ത് ബിസിനസ് തുടങ്ങണം, അതിൽ എന്ത് അഡ്വൈസ് കൊടുക്കാം. ആദ്യം ഒരു ലെക്ചർ എടുക്കുന്ന മൂഡിലാണ് റോക്കി വന്നത്. എന്നിട്ട് പിന്നെ ഓരോരുത്തരുടെയും നാക്കുകൊണ്ട് ഭിത്തി കയറ്റുന്ന ആ ഒരു കാഴ്ചയായിരുന്നു. ഓരോരുത്തരുടെയും ക്യാരക്ടറിനെ റോക്കി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്ത് കറക്റ്റായിട്ടാണ് എന്ന് ഇപ്പൊ മനസ്സിലായി. വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ എടുത്തു പറയാൻ തോന്നിയ 2-3 വ്യക്തികളാണ് ജിൻഡോയെ കുറിച്ചും അതേപോലെ തന്നെ ഗബ്രി, ജാസ്മിൻ, അൻസിബ ഇവരെ കുറിച്ചൊക്കെ പറഞ്ഞത്. ജിൻഡോ പാർട്ട്നേഴ്സിനെയൊക്കെ അടിച്ചു മലർത്തിയാണ് ബിസിനസ് ചെയ്യുന്നത്. കസ്റ്റമേഴ്സിനെ ചിലപ്പോൾ അടിച്ചു മലർത്തും. സിജോ ഒരു ബിസിനസ് എതിരാളികളെ തകർക്കാനുള്ള ഡിപ്ലോമാറ്റിക് നീക്കങ്ങളെ കുറിച്ച് ക്ലാസ് എടുക്കുമെന്നാണ് പറഞ്ഞത്. ഗബ്രി ഒരു ഹോൾസെയിൽ ബിസിനസ് തുടങ്ങാൻ കുറെ ഗുഡ്സ് ഓർഡർ ചെയ്ത് വരുന്ന വഴി ഓരോ ടിപ്പർ ലോറി അടിച്ചു. അതിന്റെ ഡ്രൈവർ ജാസ്മിൻ ആയിരുന്നു. പിന്നെ കസ്റ്റമർ ഓരോ പ്രോഡക്റ്റ് ചോദിച്ച് ശ്രീരേഖയുടെ കടയിൽ ചെല്ലുമ്പോൾ വേറെ എന്തെങ്കിലും എടുത്ത് കൊടുത്തിട്ട് നിങ്ങൾ ഇത് എടുത്താൽ മതി എന്ന് പറഞ്ഞ് കസ്റ്റമറിനെ വരട്ടും. അതാണ് ശ്രീരേഖ. പിന്നെ രശ്മിനും ഇതേപോലെ കസ്റ്റമേഴ്സിനെ വരട്ടുന്ന രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ്. അൻസിബ പരദൂഷണം പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങണം, അങ്ങനെ എന്തോ ആണ് റോക്കി പറഞ്ഞത്. ഇതേപോലെ എല്ലാരെ കുറിച്ചും പറഞ്ഞു. പെട്ടെന്ന് ഓർമ്മയിൽ വന്ന വിറ്റുകൾ എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. റോക്കി വക അഴിഞ്ഞാട്ടമായിരുന്നു ലൈവില് രാവിലെ തന്നെ, പറയാതെ വയ്യ. ഈ ഒരു മോർണിംഗ് ടാസ്കിന് ശേഷം അൻസിബയും അപ്സരയുമായിട്ട് റോക്കിയുടെ ഒരു ചെറിയ വാഗ്വാദം ഉണ്ടായിരുന്നു. റോക്കിക്കൊന്നും അവിടെ ചെയ്യാൻ പറ്റാത്തതിന്റെ ഫ്രസ്ട്രേഷൻ കാരണമാണ് ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് സംസാരിച്ചത് എന്നാണ് അൻസിബ പറയുന്നത്. ഇതാണ് പറഞ്ഞത്. റോക്കി എല്ലാവർക്കും കൊടുക്കേണ്ട രീതിയിൽ തന്നെ കണക്കിന് കൊടുത്തു. മോർണിംഗ് ടാസ്കിൽ തന്നെ ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു.